കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസു, ഗുഡ് മോർണിംഗ് ചേച്ചി. ഹാപ്പി ശിവരാത്രി. എന്താ വസു ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്ന? 5 ലക്ഷത്തിന് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ആഭരണങ്ങൾ എങ്ങനെ കൊണ്ടുവരുമെന്നോർത്ത് രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് ഞാൻ ഇരുന്നത്. ഞാനും രാത്രി ഉറങ്ങിയില്ല ചേച്ചി, നല്ല ടെൻഷനിലായിരുന്നു. പക്ഷേ എന്നിട്ട് ഉടൻ തന്നെ ശിവഭഗവാൻ തന്നെ എന്നെ രക്ഷിച്ചു. ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ കരകയറ്റി. അതെങ്ങനെ വസു? രാവിലെ തന്നെ അഖിലൊരു ഗുഡ് ന്യൂസ് പറഞ്ഞു. അവന്റെ ഫ്രണ്ട് പണം അറേഞ്ച് ചെയ്തു പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു വന്ന്. അങ്ങനെയാണോ? അതെ ചേച്ചി. ഇപ്പൊ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് പൈസ വാങ്ങിയിട്ട് ആഭരണം പണയം വെച്ച സ്ഥലത്ത് നിന്ന് എടുത്തോണ്ട് വരാൻ അഖില് പറഞ്ഞിരിക്കുക. കുറച്ചു സമയത്തിനുള്ളിൽ അഖിലെത്തും. എന്റെ ദൈവമേ, അങ്ങനെ വലിയ പ്രശ്നം അവസാനിച്ചു. ഇല്ലായിരുന്നെങ്കില് പൂജ നടക്കുമ്പോ നീ അമ്മയുടെ ഒരുപാട് വഴക്ക് വാങ്ങിയേനെ. അതെ ചേച്ചി, എന്ത് സംഭവിക്കുന്ന ഓർത്തിട്ട് ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. ശിവഭഗവാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തീർത്തു. എല്ലാ ദൈവത്തിന്റെ കൃപ കൊണ്ടാ. ശരിക്കും മഹാദേവന്റെ അനുഗ്രഹം. ഇല്ലെങ്കില് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ദൈവം തന്നെയാ രക്ഷിച്ചത്. അഖിലെത്തിയായിരുന്നോ? ഞാനിപ്പോ ചേച്ചിയോട് നടന്നതൊക്കെ പറയുമായിരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ആഭരണങ്ങൾ കൊണ്ടുവന്നു അഖിൽ. ഇല്ല എടുത്തേ. എന്തു പറ്റി അഖിൽ? നിന്റെ ഫ്രണ്ട് പണം തന്നില്ലേ? അവൻ തന്നിരുന്നു. പിന്നെന്താ ആഭരണങ്ങൾ എടുത്തിട്ട് വരാത്തത്? നമ്മള് പണയം വെച്ചിരുന്ന ഷോപ്പില് നമ്മുടെ ആഭരണങ്ങൾ ഇല്ല എടുത്തി. എന്താ അഖിൽ ആഭരണം ഇല്ലെന്ന് പറയുന്നേ? എന്താ പറ്റിയത്? അവരത് വിറ്റു എടുത്തി. ആഭരണങ്ങൾ വിറ്റെന്നോ? അതെങ്ങനെ വിൽക്കാൻ പറ്റും? പണയത്തിനല്ലേ വെച്ചത്? ഇന്നലെ ഷോപ്പിൽ ഓണർ ഉണ്ടായിരുന്നില്ല. അയാളുടെ മകനായിരുന്നു ഉണ്ടായിരുന്നത്. ഏതോ കസ്റ്റമർ വന്ന് ആഭരണമെല്ലാം നന്നായിട്ടുണ്ട് കൊടുക്കുന്നെന്ന് ചോദിച്ചപ്പോ നല്ല റേറ്റിന് അവരത് വിറ്റു. നമ്മൾ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് വേണ്ടേ ആഭരണം വിൽക്കാൻ? നമ്മളോട് പറയാതെ എങ്ങനെയാ ആഭരണം വിൽക്കുന്നേ? ഓണർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എടുത്തി. അയാളുടെ മകൻ അറിയാതെ ചെയ്തു പോയതാ. ഇപ്പൊ ആഭരണങ്ങളില്ലാതെ എങ്ങനെയാ അഖിൽ? ആർക്കാ വിറ്റതെന്ന് അന്വേഷിച്ചായിരുന്നോ? അതെ അഖിൽ, അതാരാണെന്ന് അറിഞ്ഞാ അവരുടെ കയ്യിൽ കാശ് കൊടുത്തിട്ട് ആ ആഭരണം നമുക്ക് തിരിച്ചെടുക്കാം. ആ കാര്യം ഞാൻ ഓണറോട് ചോദിച്ചിരുന്നു എടുത്തി. അയാൾ മകനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ മകൻ ഇന്നലെ രാത്രി ബാംഗ്ലൂർക്ക് പോയി. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്. ആ പയ്യൻ ഫോൺ എടുത്താലേ ആഭരണം ആർക്ക് വിറ്റെന്ന് അറിയാൻ പറ്റൂ. എന്നാ അവനെപ്പോ ഫോൺ എടുക്കുമെന്നും അറിയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വീണ്ടും ഇത് എന്ത് പരീക്ഷണോ? ഒരു വലിയ പ്രശ്നം മാറിയെന്ന് വിചാരിച്ചപ്പോ വീണ്ടും പ്രശ്നങ്ങൾ തന്നെ എത്തുവാണല്ലോ. ചേച്ചി, ഇനി നമ്മൾ എന്താ ചെയ്യാ? അത് തന്നെ വസു ഞാനും ആലോചിക്കുന്നത്. കുറച്ചു സമയത്തിനുള്ളിൽ പൂജ ആരംഭിക്കും. അമ്മ വന്ന് നിന്നോട് ആഭരണങ്ങൾ ചോദിക്കും. ആ പയ്യൻ ഫോൺ എടുത്ത് ആർക്കാ വിറ്റതെന്ന വിവരം പറയുന്നത് വരെ നമ്മൾ അമ്മയെ മാനേജ് ചെയ്തേ പറ്റൂ.
വിവരങ്ങൾ അറിഞ്ഞാൽ പോലും ആഭരണങ്ങൾ വാങ്ങിയവര് തിരികെ തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെ, ആ ആഭരണങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, തിരിച്ചു തരാൻ താല്പര്യമില്ലെന്ന് അവര് പറയും. എന്റെ ദൈവമേ, ഇങ്ങനൊരവസ്ഥയിൽ തള്ളിവിട്ടല്ലോ. കുറച്ചു നേരത്തിനുള്ളിൽ പൂജ ആരംഭിക്കും. ആഭരണം കൊണ്ടുവരാനായി നിന്റെ അമ്മായി പറയും. ഇതാ നോക്ക്, നീയും ഭാവനെ ആഭരണം കൊടുക്കും, പക്ഷെ വസു കൊടുക്കില്ല. അതിനുശേഷം നിന്റെ അമ്മായി വസുവിനെ എടുത്തിട്ട് അലക്കും. അത് നമ്മുടെ കാതിന് തേന്മഴയാകും, കുളിർമയുള്ള കാഴ്ചയാകും. വസുവേട്ടത്തി അമ്മ വഴക്ക് പറഞ്ഞിട്ട് വെറുതെ വിടുവോ, അതോ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുവോ? മൊത്തത്തിൽ എക്സൈറ്റിംഗ് ആണല്ലോ ആന്റി. എന്തായാലും പുറത്താകുന്നത് ഉറപ്പാ. അതെ, എല്ലാരും വേഗം വരാൻ പറയൂ, പൂജ ആരംഭിക്കണം. ശരി പൂജാരി. ഏട്ടാ എടുത്തി വേഗം വാ, പൂജ ആരംഭിക്കാനുള്ളതാ. പൂജാരി വിളിക്കുന്നു. ഭാസ്കർ മോനെ, ഭാവനെ, വസു, അഭി, അഖിൽ, കാർത്തിക, എല്ലാരും വേഗം വന്നേ. ഇവിടെ ഉണ്ടല്ലോ. നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ? ആവേശത്തിൽ വിളിച്ചു പോയതാ. നിങ്ങളും നിങ്ങളുടെ ആഭരണം കൊണ്ടുവരൂ. എന്താ മോളെ വസു, നിന്നോട് എത്ര തവണ പറയണം, ആഭരണം എടുത്തോണ്ട് വാ.
എന്താ കല്ല് പോലെ അനങ്ങാ നിൽക്കുന്നേ? പറഞ്ഞത് കാതിൽ വീണില്ലായിരുന്നോ? എന്താ മോളെ വസു, നീ നിന്റെ ആഭരണങ്ങളെല്ലാം അച്ഛൻ്റെ കൈ കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അത് മോളുടെ അച്ഛൻ തിരികെ കൊണ്ടു തന്നില്ലായിരുന്നു? നിന്നോടാ ചോദിച്ചേ. പൂജാ സമയത്ത് ആഭരണം വീട്ടിലുണ്ടാവണമെന്ന് പറഞ്ഞതല്ലേ? ആഭരണങ്ങൾ എവിടെ? ആ ആഭരണം ഇനി വിറ്റോ ഇല്ലയോന്ന് ആർക്കറിയാ എടുത്തി? നീ മിണ്ടായിരിക്കും സുമംഗലേ, വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എന്നാ ആഭരണം എവിടെയാണെന്നുള്ള കാര്യം വസുവിനോടൊന്ന് പറയാൻ പറ. പൂജയ്ക്ക് സമയാവുന്നു മോളെ. നിനക്ക് വേണ്ടി ഞങ്ങളും ദൈവവും കാത്തു നിൽക്കണോ? ആഭരണം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, ഇല്ലെങ്കിൽ എന്ത് പറ്റിയെന്നെങ്കിലും പറ. ആഭരണം ആഭരണം പറ. അത് പിന്നെ ആഭരണം സർ, വസുന്ധര, താൻ ചെന്നത് വാങ്ങിക്കാം. അതെന്താ ഏട്ടാ? ആഭരണങ്ങൾ. നേരത്തെ താൻ ആഭരണങ്ങൾ നന്നായി പോളിഷ് ചെയ്യാൻ വേണ്ടി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആഭരണങ്ങളെല്ലാം പോളിഷ് ചെയ്ത് അങ്കിൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ചെന്ന് വാങ്ങിച്ചോണ്ട് വാ.
എന്താ ആന്റി അഭിയേട്ടൻ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് തന്നത്? ഭാര്യയെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ആ, അതെല്ലാം സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണോ? അഭി എന്തിനാടി മുക്കുവണ്ണം കൊണ്ടുവരുന്നത്? എല്ലാവരുടെയും കൂടെ നിന്റെ ആഭരണം കൂടി നമുക്ക് പോളിഷ് ചെയ്യായിരുന്നല്ലോ. എന്തിനാ നിന്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്തത്? അങ്ങനെ ചോദിക്കെടുത്തി. നീ അവിടെ നിൽക്ക്. ആര് പോളിഷ് ചെയ്താലെന്താ? ആ പൂജാരി, നിങ്ങൾ പൂജ ആരംഭിച്ചോളൂ. ഓം ശ്രീമൻ മഹാഗണാധിപതയേ നമഃ. മഹാലക്ഷ്മീ ദേവതാഭ്യോ നമഃ. ഓം ഗണാനാ